ഓക്കെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയില് ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്താന്ന് പഠിച്ചു. ക്വിസന്റ് പോയിന്റ് എന്താന്ന് പഠിച്ചു. അപ്പൊ നമ്മൾ ഒരു സർക്യൂട്ട് അനലൈസ് ചെയ്യുമ്പോഴേ ഒരു കോമൺ എമിറ്റർ സർക്യൂട്ട് ഒക്കെ വരക്കുമ്പോൾ നമ്മൾ വരക്കുന്ന പ്രാക്ടിക്കൽ വേ ഓഫ് ഡ്രോയിങ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിലാണ്. അതായത് പ്ലസ് വി സി സി നമ്മൾ ടോപ്പിൽ കൊടുക്കും. ഓക്കെ. അതായത് നമ്മൾ ഇൻപുട്ട് ഇത് കോമൺ എമിറ്റർ സർക്യൂട്ട് ആണ് ഫോർ എൻ പി എൻ, ദിസ് ഇസ് പി എൻ പി. നമുക്ക് നോക്കാം. കണ്ടീഷൻ എന്താണ്? ഇൻപുട്ട് ഫോർവേഡ് ബയാസ്ഡ് ആയിരിക്കണം, ഔട്ട്പുട്ട് റിവേഴ്സ് ബയാസ്ഡ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് സർക്യൂട്ട് ഡ്രോ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ രീതിയിലായിരിക്കും വരയ്ക്കുക. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ ബേസ് എമിറ്റർ ജംഗ്ഷനിൽ നമ്മൾ വി ബി ബി തന്നെ വോൾട്ടേജ് കൊടുക്കും, സിഗ്നൽ കൊടുക്കും. ഓക്കെ. അപ്പോൾ ഇത് ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്, നെഗറ്റീവ് ആണ്. ദെൻ പ്ലസ് പി പ്ലസ്. അപ്പോൾ ഇത് എൻ എമിറ്റർ, എൻ പി എൻ, എൻ കണക്റ്റഡ് ടു ദ ഗ്രൗണ്ട്, എൻ നെഗറ്റീവ്. Then this is P connected to the positive, right? അപ്പോൾ ഈ പോർഷൻ ഫോർവേഡ് ബയാസ്ഡ് ആയി. ഇനി ഈ കളക്ടർ പോർഷൻ റിവേഴ്സ് ബയാസ്ഡ് ആയിനോ നോക്കാം നമുക്ക്. എൻ പി എൻ, എൻ ഈസ് കണക്റ്റഡ് ടു ദ പ്ലസ് വി സി സി. അപ്പോൾ എന്തായിട്ടുണ്ട്? ഇത് ഈസ് കണക്റ്റഡ് ടു പ്ലസ്, ദെൻ ദിസ് പോർഷൻ ഈസ് കണക്റ്റഡ് ടു ദ നെഗറ്റീവ് ഗ്രൗണ്ട്. അപ്പോൾ കളക്ടർ എമിറ്റർ പോർഷന് റിവേഴ്സ് ബയാസ്ഡ് ആയി. അതുപോലെ തന്നെ പി എൻ പി ട്രാൻസിസ്റ്ററിലും. അപ്പോൾ ഇതിന്റെ ഔട്ട്പുട്ട് അപ്പോൾ നമ്മൾ ഇനി ഈ രീതിയിലായിരിക്കണം നമ്മൾ വരച്ച് പഠിക്കേണ്ടത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇതിന്റെ ഔട്ട്പുട്ട് നമുക്ക് എങ്ങനെ അനലൈസ് ചെയ്യാം നോക്കാം. നമുക്ക് ഔട്ട്പുട്ട് സർക്യൂട്ട് എങ്ങനെ അനലൈസ് ചെയ്യാം, അതായത് ഡി സി ലോഡ് ലൈൻ ഒക്കെ നമ്മൾ എങ്ങനെ ഈ വരച്ച സർക്യൂട്ട് അനലൈസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ അതേ എക്സാമ്പിളിന് എടുക്കാം. വി സി സി പ്ലസ് വി സി സി എന്നുള്ളത് വലിയൊരു വാട്ടർ ടാങ്ക് ആണ്. ഇതിൽ നിറയെ വെള്ളം സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇതിൽ നിന്ന് വരുന്ന ഹോസ് ആണ് ഈ കാണിച്ചിട്ടുള്ളതെന്ന് കരുതാം. നമുക്ക് ഈ ആരോ മാർക്ക് കാണിച്ചിട്ടുണ്ടോ? ഇത് കറണ്ട് ഫ്ലോ ആണ് കാണിച്ചിട്ടുള്ളത്. കൺവെൻഷൻ ഇത് ബാറ്ററി പറയുമ്പോൾ ദിസ് ആരോ മാർക്ക് ഷോസ് ദി കൺവെൻഷണൽ കറണ്ട് ഫ്ലോ. നമ്മൾ വെള്ളത്തിന്റെ ഫ്ലോ ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ. വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നത്. ഓക്കെ. ഐ സി ഐയിലേക്ക് പോകുന്നു. ഓക്കെ. അപ്പൊ നമുക്ക് ഈ ടാങ്കിലെ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ എവിടേക്ക് വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ട്, ഹോസ് വാട്ടർ ടാപ്പ് ഉണ്ട്. ഇവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകാൻ സാധ്യത. അപ്പൊ നമ്മൾ ഇതിനെ വാട്ടർ ടാപ്പ്, ഇവിടെ വെള്ളം ഒഴുകുന്നുണ്ട്. പിന്നെ കളക്ടർ എമിറ്റർ ജംഗ്ഷൻ, ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഉണ്ടാവുന്നുണ്ട്. കാരണം ഇവിടെ ഇതിനിടക്ക് രണ്ട് ജംഗ്ഷൻ വരുന്നതുകൊണ്ട് ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ്, നമ്മൾ അതിനെ വി സി ഇ എന്ന് വിളിച്ചിട്ടുണ്ട് നേരത്തെ, വി സി ഇ. ഓക്കെ. അപ്പൊ ഈ വോൾട്ടേജ് ഡ്രോപ്പ്, അപ്പോ ഈ വി സി സി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിലുള്ള വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൂടെ ഒഴുകിയ വെള്ളം പ്ലസ് ഇവിടെ ഒഴുകുന്ന വെള്ളം, അതായത് ടോട്ടൽ വോൾട്ടേജ് വി സി സി ഈക്വൽ ടു ഐ സി ആർ സി പ്ലസ് ഈ വോൾട്ടേജ് ഡ്രോപ്പ് വി സി ഇ. ഇനി ഇവിടെ ഒരു റെസിസ്റ്റർ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആർ ഇ എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള വോൾട്ടേജ് ഡ്രോപ്പ് ഐ ഇ ആർ ഇ എന്ന് എഴുതാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഇനി അടുത്ത സർക്യൂട്ട് ഒക്കെ വരച്ചു പോകുമ്പോൾ നമ്മൾ അങ്ങനെയാണ് വരക്കുക. അപ്പോൾ ഇവിടെ ആർ ഇ എന്ന റെസിസ്റ്റർ ഉണ്ടെങ്കിൽ നമ്മൾ ടോട്ടൽ വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുമ്പോൾ വി സി സി ഈക്വൽ ടു ഐ സി ആർ സി പ്ലസ് വി സി ഇ പ്ലസ് ഐ ഇ ആർ ഇ എന്ന് എഴുതാം. ഇവിടെ ആർ ഇ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് വി സി സി ഈക്വൽ ടു ഐ സി ആർ സി പ്ലസ് വി സി ഇ എന്ന് എഴുതാം. അപ്പോൾ ഇതാണ് പ്രാക്ടിക്കൽ വേ ഓഫ് ഡ്രോയിങ് കോമൺ എമിറ്റർ സർക്യൂട്ട്. അതുപോലെ നമുക്ക് കോമൺ ബേസ് വരക്കാം, കോമൺ കളക്ടർ വരക്കാം. ഓക്കെ. നമുക്കിനി ട്രാൻസിസ്റ്ററിന്റെ ഔട്ട്പുട്ട് നമ്മൾ ഇപ്പോൾ കണ്ടില്ലേ, കോമൺ എമിറ്റർ സർക്യൂട്ട് വരച്ച് കണ്ടോ അവിടെ. അപ്പൊ ഇതിന് ഔട്ട്പുട്ട് നമ്മൾ എവിടുന്നാണ് എടുക്കുക എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. നമ്മൾ നേരത്തെ എടുത്തത് എവിടുന്നായിരുന്നു? അക്രോസ് ദി ആർ സി ആണ്. നമ്മൾ ഇവിടെ നമുക്ക് എടുക്കാം. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലുള്ള വോൾട്ടേജ് ഡ്രോപ്പ് ആണ്, അതായത് ഐ സി ആർ സി. അതാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ. നമുക്ക് അതുപോലെ തന്നെ ഔട്ട്പുട്ട് കളക്ടർ എമിറ്റർ പോയിന്റ് നിന്ന് ഇങ്ങനെ നമുക്ക് എടുക്കാം. ഈ കപ്പാസിറ്റർ സി സി കൊടുത്തത് എന്തിനു വെച്ച് കഴിഞ്ഞാല് കപ്പാസിറ്റർ ഡി സിനെ കണ്ടക്ട് ചെയ്യില്ല, ഓൺലി ഈ ട്രാൻസ്ഫർ ദി എ സി കറണ്ട്. അപ്പോൾ ഔട്ട്പുട്ടിൽ നമുക്ക് എ സി വോൾട്ടേജ് മാത്രം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കപ്പാസിറ്റർ കൊടുത്തിട്ടുള്ളത്. കാരണം നമ്മളിവിടെ ഡി സി ഉപയോഗിച്ചിട്ടുണ്ട്. പ്ലസ് വി സി സി എന്ന് പറയുന്നത് ഡി സി ആണ്, ഈ സിഗ്നൽ എന്ന് പറയുന്നത് എ സി ആണ്. അപ്പോൾ രണ്ടും മിക്സ് ചെയ്തിട്ടായിരിക്കും ഔട്ട്പുട്ടിൽ വരുന്നത്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സി സി എന്ന് പറഞ്ഞാൽ കപ്ലിംഗ് കപ്പാസിറ്റർ. നമ്മൾ ഇനി ഒരു സ്റ്റേജ് ആംപ്ലിഫയർ വരുന്നുണ്ടെങ്കിൽ അതിനെ കപ്പിൾ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഈ കപ്ലിംഗ് കപ്പാസിറ്റർ. അപ്പോൾ ഔട്ട്പുട്ടിൽ നമ്മൾ ഡി സിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കപ്പാസിറ്റർ ഉപയോഗിക്കും. അപ്പോൾ ഈ ടെർമിനൽ 1 and 2 അടുപ്പ് നമുക്ക് എന്ത് ചെയ്യാം? ഔട്ട്പുട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് എന്തായിരിക്കും? നിങ്ങൾ പറ, വി സി ഇ എന്നായിരിക്കും അല്ലേ.
ഈ പോയിന്റിന് ഈ പോയിന്റ് ഇടയ്ക്ക് വരുന്ന വോൾട്ടേജ് പിന്നെ അതിന് പാരലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഔട്ട്പുട്ട് വോൾട്ടേജ് പറഞ്ഞാൽ VCE ആയിരിക്കും. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് VCC ഈക്വൽ ടു ICRC പ്ലസ് VCE എന്നാണ്, റൈറ്റ്. നമുക്ക് അപ്പോൾ ഔട്ട്പുട്ട് VCE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VCC മൈനസ് ICRC എന്ന് കിട്ടും. അപ്പോൾ ഈ ടെർമിനൽ ഇടക്കാണ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ, അപ്പോൾ നമ്മുടെ കപ്പാസിറ്റർ ഉപയോഗിച്ച സ്ഥിതിക്ക് എന്തായി, VCC എന്ന് പറയുന്ന DC വോൾട്ടേജ് ഇതിൽ പാസ് ചെയ്യൂല, DC കറണ്ട് ഫ്ലോ ചെയ്യൂല. അപ്പോൾ നമുക്ക് VCC 0 ആയി പോകും. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് മൈനസ് ഈ VCC 0 ആയി കഴിഞ്ഞാൽ മൈനസ് ICRC ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട്. ഈ മൈനസ് കൊണ്ട് ഡിഫൈൻ ചെയ്യുന്ന ഫേസ് ചേഞ്ച് ആണ്. ഓക്കെ, ഇവിടെ പോസിറ്റീവ് വരുമ്പോൾ ഇവിടെ നെഗറ്റീവ് ആയിരിക്കും, ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ സർക്യൂട്ട് ഔട്ട്പുട്ട് എടുക്കുന്നത് മനസ്സിലായല്ലോ. നമുക്കിനി ഇൻപുട്ട് റെസിസ്റ്റൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് കറണ്ട്. കോമൺ എമിറ്ററിൽ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് VBE ആണ്, കറണ്ട് എന്ന് പറയുമ്പോൾ IB ആണ്. സോ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഈസ് എ റേഷ്യോ ഓഫ് സ്മോൾ ചേഞ്ച് ഇൻ ബേസ് എമിറ്റർ വോൾട്ടേജ് delta VBE to the resulting change in base current delta IB at a constant collector emitter voltage. Okay. Then output resistance, output voltage by output current. RO എന്ന് represent ചെയ്യും. It is the ratio of delta VCE by delta IC. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈ സർക്യൂട്ടിൽ കണ്ടല്ലോ, ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ VCE ആണ്. അപ്പോൾ ഡെൽറ്റ VCE ബൈ ഇതിൽ കറണ്ട് ഡെൽറ്റ IC ആണ്. ഓക്കെ, അതാണ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്. എഫക്റ്റീവ് കളക്ടർ ലോഡ് എന്ന് പറയുന്ന it is the total load as seen by the AC collector current. അപ്പോൾ ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് ഈ RC ആൻഡ് ഇവിടെ ലോഡ് RL ഉണ്ടെങ്കിൽ, ലോഡ് റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ we can say that RC parallel to RL എന്ന് നമുക്ക് എഴുതാം. കാരണം RC പാരലൽ ആവുന്നത് VCC 0 ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ പോയിന്റ് നമുക്ക് ഗ്രൗണ്ട് ചെയ്യാം. ഗ്രൗണ്ട് ചെയ്യുമ്പോൾ ഇതിങ്ങനെ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഓക്കെ, വരയ്ക്കുമ്പോൾ RC പാരലൽ RL. അപ്പോൾ എഫക്റ്റീവ് ലോഡ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ RC പാരലൽ RL ആണ്. അപ്പോൾ RLന് പകരം RO ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാരലൽ റെസിസ്റ്റൻസ് ആകുമ്പോൾ നമുക്ക് RC ഇൻറ്റു RO ബൈ RC പ്ലസ് RO, അല്ലെങ്കിൽ RC ഇൻറ്റു RL ബൈ RC പ്ലസ് RL എന്ന്. ഓക്കെ, ഇനി കറണ്ട് ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് കറണ്ട് ബൈ ഇൻപുട്ട് കറണ്ട്. കറണ്ട് ഗെയിൻ കോമൺ എമിറ്ററിൽ നമുക്ക് ബീറ്റ എന്ന് വിളിക്കാം. ദാറ്റ് ഈസ് ഡെൽറ്റ IC ബൈ ഡെൽറ്റ IB. അപ്പോൾ കോമൺ എമിറ്ററിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഈസ് വേരിയസ് ഇൻ ബിറ്റ്വീൻ 20 to 500. വോൾട്ടേജ് ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജ്. അപ്പോൾ കോമൺ എമിറ്ററിൽ വോൾട്ടേജ് ഗെയിൻ AV എന്ന് റെപ്രസെന്റ് ചെയ്യും ഡെൽറ്റ VCE ബൈ ഡെൽറ്റ VBE. ഡെൽറ്റ VCE ആണ് ഔട്ട്പുട്ട് വോൾട്ടേജ് ചേഞ്ച്, ഡെൽറ്റ VBE ഇൻപുട്ട് വോൾട്ടേജ് ചേഞ്ച്. നമുക്ക് അതിനെ ഈ VCE നമുക്ക് ഔട്ട്പുട്ട് കറണ്ട്, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്നുള്ള ഇക്വേഷനിൽ, അതായത് ഓംസ് ലോ ഉപയോഗിച്ചിട്ട് നമുക്ക് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ഡെൽറ്റ IC ബൈ ഡെൽറ്റ IB ഇൻറ്റു RAC ബൈ RI, ദാറ്റ് ഈസ് ബീറ്റ ഇൻറ്റു RAC ബൈ RI എന്ന് നമുക്ക് എഴുതാൻ പറ്റും. RAC എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് ടോട്ടൽ ലോഡ് എന്ന് പറയും. അപ്പോൾ പവർ ഗെയിൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഔട്ട്പുട്ട് സിഗ്നൽ പവർ ടു ദി ഇൻപുട്ട് സിഗ്നൽ പവർ. അപ്പോൾ നമുക്ക് I²R ആണ് നമ്മൾ പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത് IC² ഇൻറ്റു ടോട്ടൽ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ ഇവിടെ സർക്യൂട്ടിൽ ഡെൽറ്റ IC² ഇൻറ്റു RAC ബൈ ഇൻപുട്ട് പവർ ഡെൽറ്റ IB² ഇൻറ്റു RI. നമ്മൾ ആ ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് ഗെയിൻ ഇൻറ്റു വോൾട്ടേജ് ഗെയിൻ, നമുക്ക് ഈ ഫോർമുല നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾ സ്വന്തം ചെയ്ത് നോക്കുക. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം.
നമ്മൾ DC ലോഡ് ലൈനിൽ നമുക്ക് ഓപ്പറേറ്റിംഗ് റീജിയൻ കണ്ടുപിടിക്കാനുള്ളതാണ് നമ്മൾ ഇനി നോക്കുന്നത്. അതിൽ കട്ട് ഓഫ് റീജിയൻ ഉണ്ട്, സാച്ചുറേഷൻ പോയിന്റ് ഉണ്ട്. അപ്പോൾ ഇതിന്റെ ഇടക്കാണ് നമ്മുടെ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആക്റ്റീവായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കട്ട് ഓഫ് റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ this is the point where load line intersects the IB equal to 0 curve is known as cutoff. അപ്പോൾ IB equal to 0 ആവുന്ന ഈ കർവ് ലോഡ് ലൈനിൽ മീറ്റ് ചെയ്യുന്ന ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് നമുക്ക് കട്ട് ഓഫ് പോയിന്റ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ അറ്റ് ദിസ് പോയിന്റ് VCE കട്ട് ഓഫ് is VCC ആയിരിക്കും. ഓക്കെ, ആക്ച്വലി നമുക്ക് ഈ പോയിന്റ് ആണ് കിട്ടുക. ഓക്കെ, ദെൻ സാച്ചുറേഷൻ പോയിന്റ് എന്ന് പറയുന്നത് മാക്സിമം the point where load line intersects the IB equal to IB saturation curve is called saturation point. അതായത് IB saturation curve intersect load line intersect ചെയ്യുന്ന പോയിന്റിന് നമുക്ക് IB saturation എന്ന് പറയും. At saturation, collector base junction no longer remains reverse biased and normal transistor action is lost. അപ്പോൾ ഇൻപുട്ട് റിവേഴ്സ് ബയാസിങ് അല്ലാണ്ടായി പോകുന്ന ആ സമയത്ത് അപ്പോൾ നമ്മൾ ആംപ്ലിഫയർ എന്നുള്ള ആ ഓപ്പറേഷൻ തന്നെ നടക്കാതെ പോകും. ഓക്കെ, അപ്പോൾ ആക്റ്റീവ് റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ റീജിയൻ ബിറ്റ്വീൻ ദ കട്ട് ഓഫ് സാച്ചുറേഷൻ ഈസ് നോൺ ആസ് ആക്റ്റീവ് റീജിയൻ. അപ്പോൾ ഇൻ ദ ആക്റ്റീവ് റീജിയൻ, ദിസ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, collector base junction remains reverse biased while base emitter junction remains forward biased. Okay, അതായത് ഇൻപുട്ട് ഫോർവേഡ് ബയാസ്ഡും ഔട്ട്പുട്ട് റിവേഴ്സ് ബയാസ്ഡും. അപ്പോൾ in this active region the transistor function normally in this region. It will be active in this region, therefore we say that active region. Okay, നമുക്കിനി അടുത്ത വീഡിയോയിൽ ബാക്കി പറയാനുണ്ട്.